ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9. 9 ഏത് ശ്ലോകമാണ്? 9:11. എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. എനിക്ക് കുറച്ച് നേരത്തെ പോകണം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടങ്ങുന്നത് കേട്ടോ. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂത മഹേശ്വരം. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂത മഹേശ്വരം. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂത മഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടും. ഭാവാർത്ഥം. ശില പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതാൻ പാടില്ലെന്ന് മുൻ ശ്ലോകങ്ങളുടെ വിശദീകരണങ്ങൾ വെളിവാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ വെറും ഒരു മനുഷ്യനാകാൻ വയ്യ. എങ്കിലും കൃഷ്ണനെ കരുത്തേറിയ ഒരു മനുഷ്യനെന്നു മാത്രം കരുതുന്ന മൂഢന്മാർ പലരുമുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. പരംപുരുഷനും ആദിപുമാനുമായ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. ഈശ്വരന്മാർ പലരുണ്ട്, നിയന്താക്കളാണ് അവർ. ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നാം. സാധാരണ ലൗകിക കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് മേലധികാരിയായ ഒരു സെക്രട്ടറിക്ക് ഉപരി ഒരു മന്ത്രിയും അദ്ദേഹത്തിന് നിയന്താവായി പ്രസിഡന്റുമുണ്ട്. ഇവരെല്ലാം നിയന്താക്കൾ തന്നെ. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നു. പരമാധികാരി കൃഷ്ണനാണെന്ന് ബ്രഹ്മസംഹിത പറയും. ഭൗതികവും ആത്മീയവുമായ രണ്ട് ലോകങ്ങളിലും നിയന്താക്കളായി പലരുമുണ്ടെന്ന് എന്നതിന് സംശയമില്ല. എന്നാൽ കൃഷ്ണനാണ് അധികാരി. ഈശ്വര പരമ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയം. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ആശ്ചര്യകരമായ കർമ്മങ്ങൾ ഭൗതിക ശരീരം കൊണ്ട് ചെയ്യാവുന്നവയല്ല. ശാശ്വതവും ആനന്ദമയവും വിജ്ഞാനമയവുമാണ് കൃഷ്ണന്റെ ശരീരം. സാധാരണ മനുഷ്യനല്ലെങ്കിലും അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ മൂഢന്മാർ നിന്ദിക്കുന്നു. മാനുഷീം എന്ന ഇവിടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അദ്ദേഹം അർജുനന്റെ സഖാവായും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യതന്ത്രജ്ഞനായും മനുഷ്യരെ പോലെ അഭിനയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശരീരം സച്ചിദാനന്ദമയമാണ്. സച്ചിദാനന്ദ രൂപമായി കൃഷ്ണായ എന്ന വേദസൂക്തം. സച്ചിദാനന്ദ മൂർത്തിയായ കൃഷ്ണനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഗോപാലതാപനിഷത്തിൽ പറയുന്നുണ്ട്. വേറെയുമുണ്ട് വേദസൂക്തങ്ങൾ. തമേകം ഗോവിന്ദം. അങ്ങ് ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും ആനന്ദമരുളുന്ന ഗോവിന്ദനത്രേ. സച്ചിദാനന്ദ വിഗ്രഹം. അങ്ങയുടെ അതീന്ദ്രിയാകാരം സച്ചിദാനന്ദമയമാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാഞ്ജനാശലാഖ്യ ചക്ഷുരന്മേലെന്ന് തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപുസ്തക പുതിലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ പാശ്ചാത്യ ദേശത്താരൻ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അവജാനതി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമഭൂത മഹേശ്വരം. നമ്മളിതൊരു 110 പ്രാവശ്യങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം, അല്ലെ? എത്ര കേട്ടാലും നമ്മൾ നന്നാവില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവജാനന്തി മാം മൂഢ. നമ്മളെല്ലാവരും മൂഢന്മാരാണ്. മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂത മഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടും. അല്ലെ? എല്ലാരും പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു രാജകുടുംബത്തിലെ ഒരു മനുഷ്യനാണ് എന്നാണ് ആൾക്കാർ കർമ്മികളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഭക്തന്മാരല്ല. ഭക്തന്മാർക്കറിയാം ഭഗവാൻ ആരാണ്, അല്ലെ? പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കും ചില ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബ്രഹ്മദേവനുണ്ടായി, പിന്നെയാണ് നമ്മളെ കാര്യം, അല്ലെ? ബ്രഹ്മദേവൻ വിചാരിച്ച ഇതെന്റെ ഭഗവാനൊന്നുമല്ല, അല്ലെ? മധുമംഗളുടെ
വായ്ക്കകത്ത് ഇങ്ങനെ വായ കൊണ്ട് വെച്ചിട്ട് ഏഹ്, ആ മധുമങ്ങളുടെ വായ്ക്കകത്ത് കിടന്ന ആ, എന്താണ് ആ, ആ, ഉം, മോര് അല്ലെ, തൈര്, ആ മോരും വെള്ളം സ്വന്തം വായിക്കകത്തോട്ട് ആ വായിലൂടെ അടുത്ത ഒരു ഭഗവാൻ ഇത് കണ്ടിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഏ ഇതെന്റെ ഭഗവാനൊന്നുമല്ല, എന്റെ ഭഗവാൻ മറ്റുള്ളവരുടെ എച്ചിലൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് ബ്രഹ്മദേവന് പോലും അല്ലെ വിഭ്രാന്തി തോന്നിയെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? നമ്മളൊക്കെ എവിടെയാ അല്ലെ? ബ്രഹ്മദേവൻ എവിടെ, നമ്മളൊക്കെ എവിടെ? അപ്പൊ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനല്ല. മൂഢന്മാരാണ് ഭഗവാൻ മനുഷ്യരാണെന്നും മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നത്. മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും, അത് വാസ്തവമാണ്. കാര്യം എന്താ, എങ്ങനെയാണത്? കാരണം ഈ ദേവന്മാർ, ഈ 33 കോടി ദേവന്മാർ അല്ലെ, അവരെല്ലാവരും തന്നെ ഓരോ സ്ഥാനങ്ങളാണ്. ഈ മന്ത്രിമാരുടെ സ്ഥാനം പോലെ അവർ 5 വർഷം കഴിയുമ്പോൾ മാറത്തില്ല, അതുപോലെ അല്ലെ. അവർക്ക് കൽപ്പങ്ങളുണ്ട്. ആ കൽപ്പങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. ഭഗവാൻ നമ്മളിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. നമ്മൾ ആരെങ്കിലും ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ശുദ്ധ സാത്വിക സ്റ്റേജിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് അല്ലെ, സാത്വിക സ്വഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു വൈഷ്ണവനാണ്, ഭക്തനാണ്. അത്ര എളുപ്പമല്ല അത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെയും മുകളിൽ ഈ മൂന്ന് ആ, 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 ഗുണങ്ങൾക്കും അതീതനായി വരുമ്പോൾ ശുദ്ധ സാത്വിക സ്റ്റേജ് അല്ലെ, അത് കഴിഞ്ഞ പിന്നെ സദാഹരി. ഉം, നമ്മുടെ ആചാര്യന്മാരെ പോലെ. നമ്മൾ ആചാര്യന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു അല്ലെ. അവരെല്ലാവരും വൃന്ദാവനത്തിലെ ഗോസ്വാമികൾ, അവരെല്ലാവരും സദാഹരിയായിട്ടിരുന്നവരാണ്. അവർക്ക് വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. അവർക്ക് ആഹാരം പോലും കഴിക്കാൻ താല്പര്യമില്ല. അത്രയും സമയം വെറുതെ കളയില്ലേ എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആചാര്യന്മാർ. എസ്പെഷ്യലി നമ്മുടെ ഇസ്കോണിൽ ഒരുപാട് ആചാര്യന്മാർ അങ്ങനെ അല്ലെ. അതിനൊക്കെ നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനായിട്ട്, നമ്മുടെ ഗുരുക്കന്മാരായിട്ട്, നമ്മുടെ ആചാര്യന്മാരായിട്ട് അല്ലെ. അപ്പൊ ഈ ഗോസ്വാമികളൊക്കെ ഒരുപാട്, അവരെല്ലാവരും എന്താ സദാഹരിയായിട്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരാളെ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റും. ഭഗവാൻ അല്ലെ, കൃഷ്ണൻ തിരഞ്ഞെടുക്കും അടുത്ത അടുത്ത എന്താണ് ആ, ആ സ്ഥാനത്തേക്ക്, ആ ഒരു അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്, ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് അല്ലെ. അപ്പൊ ഭഗവാൻ മനുഷ്യനാണെന്നും മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നത്. ഇവിടെ ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഉള്ളിലിരിക്കുന്നതും ഭഗവാനാണ്, നിന്റെ ഉള്ളിലിരിക്കുന്നതും ഭഗവാനാണ്, എങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ഭഗവാനല്ലേ എന്നുള്ളതാണ് അവരുടെ താല്പര്യം, അവരുടെ അജണ്ട അതാണ്. അത് തെറ്റാണ്, അത് ശരിയല്ല. നമ്മൾ ഈ മനുഷ്യരൂപത്തിൽ ഒരിക്കലും നമുക്ക് ഈശ്വരനാവാൻ കഴിയില്ല അല്ലെ. നമ്മൾ ആരും ഈശ്വരന്മാരല്ല. ഈശ്വരന്റെ എന്താണ് സേവകർ മാത്രമാണ് നമ്മളെല്ലാവരും. അപ്പോ മൂഢന്മാരായിട്ടുള്ളവർ എന്ത് വിചാരിക്കുന്നു? എന്നെ ഒരു അല്ലെ ഭഗവാനെ ഒരു വെറും മനുഷ്യനായിട്ട് കാണുന്നു അല്ലെ. ഈ ലീലകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അതിന്റെ എന്താണ് പശുക്കളൊക്കെ മേച്ച് നടന്ന ഒരു കന്നാലി ചെറുക്കൻ എന്നുള്ള നിലയിലാണ് ആൾക്കാർ കാണുന്നത് അല്ലെ. അവർക്ക് അങ്ങനെ കാണാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഈ മാനദണ്ഡം വെച്ച് ആരാണ് ബുദ്ധിമാനായ മനുഷ്യൻ, ആരാണ് മൂഢനെന്ന് മനസ്സിലാക്കുക. മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു, നമാം ദുഷ്കൃതനോ മൂഢ പ്രപദ്യന്തേ നരാധമ അല്ലെ. അധമന്മാരാണ് അല്ലെ, മനുഷ്യരെല്ലാം അധമന്മാരാണ്. മൂഢന്മാർ, ദുഷ്ടന്മാർ, അവർ എനിക്ക് കീഴടങ്ങുന്നില്ല. ഭഗവാൻ നമ്മെ വിളിക്കുകയാണ് എന്ത്, അല്ലെ, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വൃജ. അതിൽ ഏകം പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ഏകം എന്നെ മാത്രം ശരണം. അൽത്താലിരിക്കുന്ന എല്ലാവരെയും ശരണം പ്രാപിച്ചുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ പൂജാമുറിയിലൊക്കെ കണ്ടില്ലേ, അവളെ നിറച്ച് ആൾക്കാരിരിക്കുകയാണ് അല്ലെ. അങ്ങോട്ട് കയറിയ സ്ഥലം ഉണ്ടാവില്ല, ഒരു പൂ വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് ഇങ്ങനെ തിക്കി തിരക്കി നിൽക്കുകയാണ്. 33 കോടി ദൈവങ്ങളല്ലേ, എല്ലാവരും നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും നമ്മൾ അതിനകത്ത് വെച്ചിരിക്കും അല്ലെ. നമുക്ക് എടുത്ത് മാറ്റാൻ ഒരു മടിയാണ്. ഇനി എങ്ങാനും എടുത്ത് മാറ്റുമ്പോൾ എന്നെ തട്ടിയിട്ടാലോ അല്ലെ, എന്നെ ശപിച്ചാലോ, ഒരിക്കലും ഇല്ല. നമ്മൾ തെറ്റിദ്ധാരണയാണ്. പക്ഷെ നമുക്ക് അത്രയും വിശ്വാസമാണ്, ദൃഢമായ വിശ്വാസമാണ്. എന്താണ്, ഭഗവാൻ കൃഷ്ണൻ മതി, കൃഷ്ണൻ ഉണ്ടെങ്കിലേ ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ എന്നുള്ള ഒരു വിശ്വാസം നമുക്കാണ് ഈ അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളത് അല്ലെ, മനുഷ്യർക്കാണ്. ഭഗവാന്മാർക്ക് അതില്ല അല്ലെ. ഭഗവാൻ അറിയാം. നമ്മളിപ്പോ ഒരു ഭഗവാൻ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയി തൊഴുതോണ്ട് നിന്നാലും ഭഗവാൻ ശിവൻ അറിയാം നമ്മൾ ആരാണ് അല്ലെ. ജഡഭരതൻ എന്താ സംഭവിച്ചത്? ജഡഭരതന് ഈ ആ, അവിടെ മര്യാദയ്ക്കിരുന്ന ജഡഭരതന് എന്താ ഈ കിങ്കരന്മാര് അല്ലെ, ഈ കാളി പൂജ ചെയ്യാനായിട്ട് കൊണ്ടുപോയി അല്ലെ. അവർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. പുള്ളി ഉണ്ടാതെ കൊണ്ടുപോയി, കാരണം അദ്ദേഹം ഒരു അക്ഷരം തിരിച്ചു മിണ്ടത്തില്ല, പ്രതികരിക്കില്ല. പ്രതികരിച്ച് ഇനി അതിലൊരു ഗുണമോ ദോഷമോ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് അനുഭവിക്കാനായിട്ട് വേറെ ജനിക്കണ്ടേ. അതുകൊണ്ട് മൗനവ്രതത്തില പുള്ളി, ഒന്നും മിണ്ടത്തില്ല, ഒരു ഒരു വികാരവുമില്ല, ബിഷോപ്പിനായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുപോയി
കാളിക്ക് ബലി കൊടുക്കാനായിട്ട് എന്താണ് ആ കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് വാൾ ഊങ്ങിയപ്പോ കാളി എന്ത് ചെയ്തു? "ഈ എന്റെ ഭക്തനാണ്, എന്റെ ഭഗവാന്റെ ഭക്തനാണ്, എന്റെ ഭഗവാന്റെ ഭക്തനെ നീയാക്കി എനിക്ക് ബലി അർപ്പിക്കുന്നോടാ വിഡ്ഢികളെ" എന്ന് പറഞ്ഞിട്ട് ആ ആ എന്താണ് ആ ശിലയിൽ നിന്ന്, കാളിയുടെ ആ ശിലയിൽ നിന്ന് വെളിയിലോട്ട് വന്നിട്ട് ആ വാള് പിടിച്ചു വാങ്ങിച്ച അവിടെയുള്ള എല്ലാ ശിഷ്യന്മാരെയും, അല്ലെ, ഭക്തന്മാരെയും, ആ, കാളി ഭക്തന്മാരെ എല്ലാവരും വെട്ടിക്കൊന്ന ചരിത്രം നമുക്കറിയാം, അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? എന്റെ ഭഗവാന്റെ ഭക്തനെ ഞാന് എന്താണ് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ആദരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ജഡഭരതനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ, എന്നിട്ട് ജഡഭരതൻ എന്ത് ചെയ്തു? തിരിഞ്ഞു നിന്ന് ഒരു താങ്ക്സ് പോലും പറയാതെ ഒരൊറ്റ നടപ്പാ, അല്ലേ? ചിലപ്പോ ആ, 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 ദേവി അവിടെ നോക്കി നിന്നിട്ടുണ്ടോ, ഇയാൾ വല്ല താങ്ക്സ് വല്ലതും പറഞ്ഞിട്ട് പോകുന്നു, അല്ലേ? ഓ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, "ഏയ്, ഇതാ പോണു, ഞാനിതാ പോകുന്നു" എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. കാരണം അതിന് പോലും, അല്ലേ, ഇനി താങ്ക്സ് പറഞ്ഞിട്ട് അതിലിനി ഒരു ഗുണം കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അങ്ങ് തിരിഞ്ഞു നടന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലെ? അപ്പോ ദേവന്മാർക്ക് ഒരിക്കലും നമ്മളോട് ദേഷ്യം തോന്നൂല. കാരണം നമ്മളെല്ലാവരും കൃഷ്ണഭക്തരാണ്. അത് അവരുടെ എല്ലാവരുടെയും നാഥന്റെ, അല്ലെ, ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും അസൂയ, കുശുമ്പോ ഒന്നും തോന്നത്തില്ല, ദേഷ്യമൊന്നും തോന്നൂല. നമുക്ക് ഉള്ളിലുള്ള വിശ്വാസക്കുറവാണ്. നമുക്ക് ഭഗവാനെ, കൃഷ്ണനോടുള്ള വിശ്വാസക്കുറവാണ്. അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒരു കളങ്കമറ്റ വിശ്വാസം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലെ? ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ മൂഢന്മാർ, ദുഷ്ടന്മാർ, അവർ എനിക്ക് കീഴടങ്ങുന്നില്ല. ഭഗവാൻ നമ്മെ വിളിക്കുകയാണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വിളിച്ച, അല്ലേ? പക്ഷേ മൂഢന്മാർ എന്ത് ചെയ്യും? മൂഢന്മാർ അത് അംഗീകരിക്കില്ല, അല്ലെ? ചിലപ്പോ അതൊക്കെ തെറ്റാണെങ്കിലോ, ഇനി ഈ പറയുന്നതൊക്കെ ശരിയല്ലാതെ വന്നാലോ, അല്ലെ, എന്നുള്ള ഒരു സംശയമാണ്, അല്ലെ? ഞാൻ എന്തിന് കൃഷ്ണനെ സ്വീകരിക്കണം? എനിക്ക് എന്റെ സ്വന്തം ദൈവമുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ നിർമ്മിക്കുന്നു, അല്ലെ? എനിക്ക് എന്റെ സ്വന്തം ഭഗവാനെ, ഞാന് ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ എന്താണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ ബുദ്ധിമാനും വിഡ്ഢിയുമായ വിഡ്ഢികളുമായ അല്ലെ മനസ്സിലാക്കാൻ നമുക്ക് വളരെ ചെറിയ മാനദണ്ഡമുണ്ട്. അതെന്താണ്? അവൻ കൃഷ്ണഭക്തനാണെങ്കിൽ അവൻ ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ അവൻ ഭ്രാന്തനാണ്. അപ്പൊ കൃഷ്ണഭക്തിയിലേക്ക് വരുന്നവരെല്ലാവരും, കൃഷ്ണാബോധത്തിലേക്ക് വരുന്നവരെല്ലാവരും ബുദ്ധിമാന്മാരാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ സത്സംഗത്തിൽ ഇരിക്കുന്ന 50ഓളം ആൾക്കാരുണ്ട്, അവരെല്ലാവരും എന്താണ്? ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. ആ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭഗവാനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. സാധാരണക്കാരനായ ഒരു എന്താണ് ഒരു ഒരു മനുഷ്യന് ഒരിക്കലും ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതിനെ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. ആ ബുദ്ധി നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാൻ തിരിച്ചറിയാൻ. ഇതെല്ലാം മനസ്സിലാക്കി, അല്ലെ, നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് നമ്മളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരാണ്. നമ്മുടെ ഐക്യം കുറച്ച് കൂടുതലാണെന്ന് അർത്ഥം, അല്ലെ? അപ്പൊ നമുക്ക് ഇച്ചിരി പ്രൗഡ് ആയിക്കൂടെ? ഇച്ചിരി അഹങ്കാരമാവും. അതിലെ അഹങ്കാരം ആവാന്ന് പറയുന്നത്, നമ്മൾ എന്തിന്റെ അഹങ്കാരം? നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശമാണ് എന്നുള്ള ഒരു അഹങ്കാരം, അല്ലെ? ഏഹ് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരന്റെ മകളാണെന്നുള്ള അഹങ്കാരം, ആ, അല്ലെ? പിന്നെ എന്താ ഈ മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്? മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അഹങ്കാരം, ആവശ്യമില്ലാത്ത അഹങ്കാരം, അല്ലെ? അതെന്താണ്? ഞാൻ എന്ന ഭാവം, ഞാനാണ്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഭാവം, അതാണ് മിഥ്യാഹങ്കാരം. അപ്പൊ നമുക്ക് രണ്ട് അഹങ്കാരമുണ്ട്, അല്ലെ? ശരിക്കുള്ള അഹങ്കാരവും മിഥ്യാഹങ്കാരവും. നമുക്ക് ശരിക്കുള്ള അഹങ്കാരം ആവാം, വി ക്യാൻ ബി പ്രൗഡ് അബൌട്ട് ദാറ്റ്, അല്ലെ? പക്ഷെ മിഥ്യാഹങ്കാരം പാടില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഭഗവാനെ അംഗീകരിച്ചവരൊക്കെ എന്താണ്? ബുദ്ധിമാന്മാരാണ്, അല്ലെ? അല്ലെങ്കിലോ, ബുദ്ധിമാന്മാരല്ലെങ്കിലോ അവർ ഭ്രാന്തന്മാരാണ്. ഭ്രാന്തായതുകൊണ്ടാണ് അവര് ഭഗവാനെ അംഗീകരിക്കാത്തതെന്നാണ് ഒരു ആചാര്യൻ പറയുന്നത്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ ഭഗവാനെ ഭഗവാൻ കൃഷ്ണനെ ദൈവമായി അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവന് മറ്റു പല ദൈവങ്ങളുമുണ്ട്, അല്ലെ? മായാവാദ തത്വചിന്തകർ എല്ലാവരും ദൈവമാണെന്ന് പറയുന്നു. അവര് വിചാരിക്കുന്ന എല്ലാവരും ദൈവമാണ്. ഒരു കണക്കിന് ശരിയാണ്, എല്ലാവരും ദൈവം. കാര്യം എന്താണ്? അതിനകത്തൊക്കെ ഭഗവാന്റെ അംശമുണ്ട്, അല്ലെ? പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും തൊഴുന്നത് എന്തിനാണ്? നമ്മളെന്തിനാ നമസ്കരിക്കുന്നത്? നമ്മളെല്ലാവരും നമസ്കാരം പറയണത് എന്താണ്? കാര്യം ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ തൊഴുന്നത്, അല്ലാതെ ഈ ശരീരത്തെ അല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരം ഉം, പറയുന്നത്. ഉം. എല്ലാവരും ദൈവമാണെങ്കിൽ പിന്നെ എന്താണല്ലേ? ശാസ്ത്രം പറയുന്നു, യസ്തു നാരായണം ദൈവം ബ്രഹ്മരുദ്രാദി ദൈവത, അല്ലെ? ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്. സാധാരണ ദേവന്മാരെ കുറിച്ചല്ല, വലിയ വലിയ ദേവന്മാരെ പോലെ, ബ്രഹ്മദേവനും ശിവനെയും പോലെ എന്നാണ്
വിഷ്ണു എന്താണ് വിഷ്ണു തത്വമെന്നും എന്താണ് ജീവതത്വമെന്നും എന്താണ് ശക്തി തത്വമെന്നും കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർക്കറിയില്ല. പരംഭാവം അജാനന്ദ മമഭൂത മഹേശ്വരം, അല്ലെ ഭഗവാനോട് പറയുന്നുണ്ട്. ഞാൻ പരമപുരുഷനാണ്. മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു, അല്ലെ, മത്ത പരതരം ഞാൻ, എന്നേക്കാൾ ഉയർന്ന വ്യക്തിത്വമില്ല, അല്ലെ. എല്ലാവരും എന്നെക്കാളും താഴ്ന്ന വ്യക്തിത്വങ്ങളാണ്. ഇതാണ് വസ്തുത. ബ്രഹ്മസംഹിതയിൽ ഇപ്രകാരം പറയുന്നു, ഈശ്വര പരമ കൃഷ്ണ. അല്ലെ, നമ്മൾ ഇനി പോയി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ആചാര്യന്മാർ ഓരോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെ. നമ്മളത് ഈ ആചാര്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് പോലെ അങ്ങോട്ട് വിശ്വസിക്കുക, അത് ഫോളോ ചെയ്യുക, എത്രയേ വേണ്ടി. നമുക്കിതൊന്നും ഡിഗ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയമില്ലേ, ആഴാക്കാനായിട്ട് ഒരു നിമിഷം പോലും ഇല്ല. ഉള്ള സമയം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രഭുപാദൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് നമ്മൾ ഇത്രയും വൈകിയല്ലേ, നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞാൽ ഇത്രയും വൈകി. പ്രഹ്ലാദ് മഹാരാജ് എന്താ പറഞ്ഞത്? 5-ാമത്തെ വയസ്സിൽ തുടങ്ങണമെന്നോ? നമ്മൾ 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയോ? തുടങ്ങിയില്ല, അല്ലേ. നമ്മള് 5-ാമത്തെ വയസ്സിലൊക്കെ എന്തുവാണ്, നഴ്സറി റൈംസ് ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ. അല്ലാതെ ഭഗവാനെ കുറിച്ചിട്ടുള്ള എന്താണ് ശ്ലോകങ്ങളോ ഭഗവത്ഗീതയോ ഒന്നും നമ്മൾ കണ്ടിട്ട് കൂടിയില്ല, അല്ലേ. അപ്പോഴൊന്നും നമുക്ക് ഹരികൃഷ്ണ മഹാമന്ത്രം പറയണമെന്ന് ആരും പറഞ്ഞു തന്നില്ല. നമുക്ക് ഭാഗ്യമില്ലാതെ പോയി. 10-50 വയസ്സായിപ്പോ, അല്ലേ. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഈ 50 കൊല്ലത്ത് അല്ലെങ്കിൽ 45 കൊല്ലത്ത്, 5 വയസ്സ് കഴിഞ്ഞപ്പോൾ 45 കൊല്ലത്ത്, 45 കൊല്ലത്ത് നമുക്ക് പവറപ്പ് ചെയ്യണ്ടേ? അതിന് നമ്മൾ സദാഹരിയായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലേ. അപ്പൊ മിനിമം 18 പ്രഭുപാദ് പറയും. മിനിമം 18 പറയുമ്പോൾ അത് കുറെ 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 കുറെയൊക്കെ കുടിശ്ശിക കുറഞ്ഞു 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 വരുമെന്നർത്ഥം. അപ്പം അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, സദാ ഹരിയായിട്ടിരിക്കുക. ബ്രഹ്മസംഹിതയില് പറയുന്നുണ്ട്, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം. ഭഗവാനാണ് പരമപുരുഷൻ. നമുക്ക് ദൈവമാകാം, എനിക്ക്, അല്ലെ, നമുക്ക് എല്ലാവർക്കും ദൈവമാകാം, ആർക്കും ദൈവമാകാം. എന്നാൽ പരമമായ ദൈവം കൃഷ്ണനാണ്. നാം എല്ലാവരും ദൈവങ്ങളാണെന്ന് അംഗീകരിച്ചാൽ എന്നിട്ടും വേർതിരിവുണ്ട്, അല്ലെ. എന്തൊക്കെയാണ് ഈശ്വരന്മാർ, അല്ലെ. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇടയിൽ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയും? ഇതൊരു ആൺ ദൈവമാണ്, ഇതൊരു പെൺ ദൈവമാണ്. കൂടെ ഉണ്ട്, ആൺ ദൈവമുണ്ട്, പെൺ ദൈവമുണ്ട്, നമുക്ക് അന്വേഷിച്ച് നോക്കി അറിയാൻ പറ്റും, അല്ലെ. പിന്നെ ഒരു കുട്ടി ദൈവമുണ്ട്, അല്ലെ. വിദ്യാസമ്പന്നനായ ദൈവം, വിഡ്ഢി ദൈവം. നാം എല്ലാം ദൈവങ്ങളാണെങ്കിൽ ഈ ദൈവങ്ങളെ ഈ രീതിയിൽ യോഗ്യരാക്കേണ്ടതുണ്ട്, അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒളിച്ചോടി അമേരിക്കയിൽ പോയി അവിടെ ഒരു വലിയ ദൈവമായി, എന്താണ്, അവിടെ ഒരു ദ്വീപ് തന്നെ സ്വന്തമാക്കി, നിത്യാനന്ദൻ എന്നൊക്കെ പറയും, അല്ലെ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലെ. ഇഷ്ടംപോലെ സ്വർണ്ണാഭരണമൊക്കെ കിട്ടി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ഒരു സ്വാമിയുണ്ടല്ലോ, അദ്ദേഹത്തിന് നിത്യാനന്ദ സ്വാമി എന്നാണ്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ദൈവങ്ങൾ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വഴിതെറ്റി പോകാനാണ് സാധ്യത, അല്ലെ. അവരൊക്കെ നമ്മൾ പിടിച്ചോണ്ട് പോകും, ഇതിലൊക്കെ നമ്മൾ വഴങ്ങി പോവുകയും ചെയ്യും, അല്ലെ. അവരെന്ത് പറഞ്ഞാലും അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കൂടെ പോകും. തീർന്നു, നമ്മുടെ ജീവിതം തൊലഞ്ഞു, അല്ലെ. അപ്പൊ അതിനൊന്നും പോവാതെ മര്യാദയ്ക്കിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുകയും അല്ലെ, ആ, 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 മഹാമന്ത്രമാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുകയും, അല്ലെ, ഈ സത്സംഗത്തിലൊക്കെ നിൽക്കുകയും, ഏഹ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും. വളരെ സിമ്പിളാണ്, ഫോളോ ചെയ്യുകയും, അല്ലെ. ഏകാദശി വ്രതമൊക്കെ എടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ നോക്കണം, അല്ലെ. അതിനു വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. ഈശ്വരൻ ഭഗവാൻ അവിടെ കാത്ത് 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 കാത്തിരിക്കുകയാണ്, അല്ലെ. കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയാണ്. എന്റെ കുഞ്ഞ് എന്ന് വരും, എന്റെ കുഞ്ഞ് എന്ന് വരും, എന്റെ കുഞ്ഞ് എന്ന് വരും എന്ന് പറഞ്ഞ് നോക്കി നോക്കി ഇരിക്കുകയാണ്, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ വരമാട്ടെ 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 എന്ന് പറയാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള വഴി നോക്കണം, അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എന്താണ് ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്നത്. അത് മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ. അപ്പോ എന്താണ്, നാം എല്ലാം ദൈവമാണെങ്കിൽ ഈ ദൈവങ്ങളെ ഈ രീതിയിൽ യോഗ്യതരാക്കേണ്ടതാണ്. ഒരു ദൈവത്തിൽ നിന്ന് മറ്റൊരു ദൈവത്തിലേക്ക് വ്യത്യാസമുണ്ട്. അതായത് ഒരു ദൈവം മറ്റൊരു ദൈവത്തെക്കാൾ ശ്രേഷ്ഠനാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതിനാൽ ഈ വിധത്തിൽ ഏറ്റവും മികച്ച ദൈവം ആരാണെന്ന് നിങ്ങൾ എന്താണ് പുരോഗമിക്കുകയാണെങ്കിൽ, ആരാണ് നമ്മൾ തപ്പി പുരോഗമിക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മള് എവിടെ എത്തും? ഭഗവാൻ കൃഷ്ണനിലേക്ക് എത്തും, അല്ലെ. അവിടെയാണ് പോയി നിൽക്കുന്നത്. ഈശ്വര പരമ കൃഷ്ണ പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. അതിനാൽ പരബ്രഹ്മം, വ്യക്തിത്വമില്ലാത്തത് എന്ന് അവർ പറയും. വിഗ്രഹ,
വ്യക്തി നിങ്ങളുടെയും എന്നെയും പോലെ അല്ലെ, നമ്മളെല്ലാവരെയും പോലെ വ്യക്തിയാണ് ഭഗവാൻ. അദ്ദേഹത്തിന് രൂപമുണ്ട് അല്ലെ, എന്നാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്ര ശക്തനാകാൻ കഴിയുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മയ്യാധ്യക്ഷണ പ്രകൃതി സൂയതേ സചരാചരം അല്ലെ. മുസ്ലിങ്ങള്, സോറി, ഞാൻ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ പറയുന്നതല്ല, ഒരു ഉദാഹരണം പറയുന്നത് മാത്രം. ഞാനത് പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സിൽ. ഭഗവാന് രൂപമുണ്ടെന്ന് നമ്മൾക്ക് തെളിയിക്കാനുള്ള ഒരു 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 ഉദാഹരണം ഇസ്കോണിന്റെ ഒരു ആചാര്യൻ, നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടെ പറയണം. ഒന്ന് രണ്ട് പേരെങ്കിലും കാണുമല്ലോ കേൾക്കാത്തവര്, അവർക്ക് വേണ്ടി പറയാം. ഇസ്കോണിന്റെ ഒരു ആചാര്യൻ, അദ്ദേഹം അല്ല, ആ, ആ, ലണ്ടനിൽ നിന്ന് മായപൂരേക്ക് പോവാണ്. ഓൺ ദ വേ, മായപൂരേക്ക് പോകുന്ന വഴിക്ക് കുവൈറ്റ് ഇറങ്ങി. അദ്ദേഹം കുവൈറ്റ് എയർവേസിൽ വന്നത്. അപ്പോൾ ലണ്ടൻ, കുവൈറ്റ്, കുവൈറ്റ് കൽക്കട്ട, ഇതാണ് ഫ്ലൈറ്റ്. അപ്പൊ കുവൈറ്റിൽ കുറച്ച് നേരം സമയം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരുന്നു അല്ലേ. സന്യാസിമാരില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അവരവിടെ സാഫ്രോൺ വേഷത്തിലാണ്, സന്യാസ വേഷത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഈ മാലയെടുത്ത് ജപിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഒരു എമിഗ്രേഷൻ ഓഫീസർ ഇതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു അല്ലെ, അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മാലയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് മാലയുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പതുക്കെ 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 ഇദ്ദേഹത്തിന്റെ അടുത്തിട്ട് വന്നിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു, ഹൗ ആർ യു, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൽക്കട്ടയ്ക്ക് പോവാണ്. അവിടെ എന്താണ്? അവിടെ ഇങ്ങനെയുണ്ട്. അപ്പൊ അങ്ങ് എവിടുന്നാ വരുന്നത്? ഞാൻ ലണ്ടനിൽ നിന്ന് വരുവാണ്. അങ്ങ് ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ കുറെ നേരം അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തോ അദ്ദേഹത്തിന് പണ്ടങ്ങാണ്ട് ഹിന്ദുവായിട്ട് ജനിച്ച ഒരു ജീവിച്ചിരുന്ന ഒരാളായിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു അടുപ്പം തോന്നുന്നത്, അല്ലെങ്കിൽ അടുത്തോട്ട് വരത്തില്ല അല്ലെ. നമ്മൾ ആരെങ്കിലും കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതോ ജന്മത്തിൽ അവരോട് ബന്ധമുണ്ടെന്ന് അർത്ഥം. അതാണ് വാസ്തവം. ഏതോ രീതിയിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ വഴി പോകുമ്പോൾ ഈ എന്താണ്, വെള്ളാനിയിലോട്ട് പോകുന്ന വഴി ഏതാണ് എന്ന് ചോദിക്കില്ലേ, വഴി ചോദിക്കില്ലേ. അങ്ങനെ കാണുന്നവർ പോലും നമുക്കുമായിട്ട് ഏതോ ജന്മത്തിൽ ബന്ധമുണ്ട്. അവർ മാത്രമേ നമ്മളുമായിട്ട് എന്താണ് സംവദിക്കാൻ വരുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് ദൂരെ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ നമ്മള് ഇടപഴകുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ഏതൊക്കെയോ ജന്മത്തില്, ചിലപ്പോ എലിയായിട്ടിരുന്ന ജന്മമായിരിക്കും, ചിലപ്പോൾ പല്ലിയായിട്ടിരുന്ന ജന്മമായിരിക്കും, ചിലപ്പോൾ പാറ്റയായിട്ട് ജനിക്കുന്ന ജന്മമായിരിക്കും അല്ലെ. ആ ജന്മത്തിൽ ഈ ആത്മാവായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. ആരെങ്കിലും നമ്മളെ ഒന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. എപ്പോഴോ ഏതോ ജന്മത്തിൽ നമ്മൾ അങ്ങേരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഒന്ന് തിരിച്ച് ചീത്ത പറഞ്ഞിട്ട് പോകണം. മനസ്സിലായില്ലേ. അപ്പോ ഇതൊക്കെ എല്ലാം ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. നമുക്കൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇതിവിടെ ഭയങ്കര പ്രതിഭാസമാണ്, അത്ഭുതങ്ങളാണ് നടക്കുന്നത് അല്ലെ. നമുക്ക് ഒന്നിനെ കുറിച്ചും അറിയില്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം മൂടന്മാരായതുകൊണ്ട് ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ആ, എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ പോകത്തേ ഉള്ളൂ അല്ലേ. പക്ഷെ ഇതിന് എല്ലാത്തിന്റെയും പുറകിൽ ഒരു സത്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നോ എപ്പോഴോ നമ്മൾ ആരെയോ ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. ഏതോ ജന്മത്തിലായിരിക്കും, 10 50 ജന്മങ്ങൾക്ക് പുറകിലുള്ള ഏതെങ്കിലും ജന്മത്തിലായിരിക്കും നമ്മൾ അത് ചെയ്തത്. നമുക്കൊന്നും ഓർമ്മയില്ല. എന്നാ ഇതൊക്കെ ഓർമ്മ വരാത്ത അല്ലെ. ഭഗവാൻ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി കളയും. എന്താണ്, മഹാമായ കൊണ്ട് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്, ഇതൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂല. അന്ന് നമ്മൾ തൂങ്ങി മരിച്ചിരിക്കും. കാരണം അത്രയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. നമ്മളെവിടെ എത്തി? കുവൈറ്റില്. അപ്പോ സോറി, 6:30 നിർത്തണം വിചാരിച്ചാണ്. ഒരു കുവൈറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അപ്പൊ ഈ ഇമിഗ്രേഷൻ ഓഫീസർ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ വാങ്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാന് എനിക്ക് ഒരു 5 മിനിറ്റ് തരാം, ഞാൻ ഓടിപ്പോയി നമസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. ഇദ്ദേഹത്തിന് വിട്ടു പോകാൻ ഒരു മനസ്സില്ല, എന്നാലും അദ്ദേഹം മനസ്സോടുകൂടി അവർക്ക് നിസ്കരിക്കണമല്ലോ അല്ല, 5 തവണ നിസ്കരിക്കണമല്ലോ എല്ലാ ദിവസവും. അങ്ങനെ പോയി, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ബാക്കി എല്ലാവരും നിസ്കരിക്കുകയാണ്. ഇദ്ദേഹം അതിന്റെ കൂടി നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അവിടെ? അത് നമ്മൾ നിസ്കരിക്കുമായിരുന്നു. ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു? ഭഗവാൻ, ഈശ്വരന് വേണ്ടി നിസ്കരിക്കണം, അള്ളാവിന് വേണ്ടി നിസ്കരിക്കണം. അപ്പൊ അപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഭഗവാന് കേൾക്കാൻ പറ്റും? പിന്നെ കേൾക്കാതെ കേൾക്കും. അപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ, ഈ നിസ്കരിക്കുന്നതൊക്കെ കാണാൻ പറ്റുമോ? ഭഗവാൻ കാണാൻ പറ്റുമല്ലോ, പിന്നെ എന്താ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി ചെയ്യുന്നത്? അള്ളാവിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹ് കാണുന്നുണ്ട്. ശരി, അപ്പോ അദ്ദേഹത്തിന് കാണാൻ പറ്റുമല്ലേ? പിന്നെ കാണാൻ പറ്റും, അതുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും അല്ലേ? അപ്പൊ കേൾക്കാനും പറ്റും. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് കണ്ണുകൾ ഉണ്ടാവുമല്ലോ. ഉം. ആ, കാണുമായിരിക്കും. പെട്ടെന്ന് ഇതോ ഒരു ഇത് വന്നു. അപ്പൊ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാതും ഉണ്ടായിരിക്കുമല്ലോ.
ആ, കാണുമായിരിക്കും. അപ്പൊ ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? മുഖത്തായിരിക്കും ഫിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഒരു മുഖം ഉണ്ടാവുമല്ലോ. മുഖമുണ്ട്. ഈ മുഖം എവിടെ ഫിറ്റ് ചെയ്യും? കഴുത്തിലായിരിക്കും ഫിറ്റ് ചെയ്യുക അല്ലേ? ഈ കഴുത്ത് ഏതിന്റെ അറ്റത്താണ്? ഈ ശരീരത്തിന്റെ അറ്റത്താണ് ഇരിക്കുന്നത്. ആ ശരീരം ഉണ്ടെങ്കിൽ രണ്ട് കൈ കാണുമല്ലോ അല്ലേ? ആ, അപ്പൊ ശരീരത്തിൽ നടക്കാൻ രണ്ട് കാല് വേണ്ട, രണ്ട് കാലും ഉണ്ടാവുമല്ലോ. ആ, ശരിയാണ്. അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് രൂപമുണ്ടല്ലേ? അപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് ഈ ആചാര്യൻ എന്താ പറഞ്ഞുകൊണ്ട്. സംഭവം ശരിയല്ലേ? സംഭവം ശരിയാണ് അല്ലേ? അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന് ഇദ്ദേഹമായിട്ട് ഭയങ്കര ഒരു അടുപ്പം വന്നു ഈ ആചാര്യനുമായിട്ട്. അദ്ദേഹം യൂറോപ്പിലുള്ള ഒരു അമേരിക്കക്കാരനാണ് ഈ പറയുന്ന ആൾ. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കഥയാണ്. അപ്പോ അപ്പോ അനൗൺസ്മെന്റ് വന്നു. ഫ്ലൈറ്റ് സോ ആൻഡ് സോ ഈസ് റെഡി ടു ബോർഡ്, പ്ലീസ് അസംബിൾ ടു ഗേറ്റ് നമ്പർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വാച്ച് നോക്കിയപ്പോൾ വാച്ചില്ല. സമയം എത്രയായി? മണി 8:30 ഇപ്പൊ ഇത് വാച്ചില്ലായിരുന്നത്. അപ്പോ എനിക്ക് എന്റെ അനൗൺസ്മെന്റ് വന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സ്വാമി ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം, ഈ ഇമിഗ്രേഷൻ ഓഫീസർ ഓടിപ്പോയി അടുത്തുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയിട്ട് ഏറ്റവും വില കൂടിയ ഒരു 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 വാച്ച്, അദ്ദേഹത്തിന്റെ കയ്യിൽ വാച്ചില്ലല്ലോ, അദ്ദേഹം വാച്ച് നോക്കിയിട്ട് വാച്ചില്ലല്ലോ അല്ലേ, അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഒരു വാച്ച് കൊണ്ട് സമ്മാനിച്ചു അല്ലേ. എന്നിട്ട് എന്നെങ്കിലും ഇതുവഴി വരികയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ എന്റെ നമ്പർ വിളിക്കണമെന്ന് പറഞ്ഞാൽ കാർഡും കൊടുത്തു അദ്ദേഹത്തിന് അല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞല്ലേ. ഈശ്വരന് എന്താണ്, അവരുടെ ഭഗവാന് അള്ളാവിന് എന്താണ് രൂപമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരാൾക്കാണ് രൂപമുണ്ടെന്ന് ഈ ഈ ആചാര്യൻ പ്രസ്താവിച്ചു കൊടുക്കുക. അദ്ദേഹം അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അല്ലേ. അപ്പോ അവർക്ക് എങ്ങനെയാ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇതേ ഉദാഹരണം തന്നെ എടുത്തിട്ട് നമുക്ക് പറയാം എന്താണ്, ഇവിടെ ഭഗവാന് രൂപമുണ്ട്. കാര്യം എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഓഫറിംഗ് എല്ലാം അദ്ദേഹം കഴിക്കുന്നുണ്ട് അല്ലേ. ഒന്നും കഴിക്കാതിരിക്കുന്ന എല്ലാം കഴിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പുഷ്പം അല്ലെ, ഫലം, തോയം എല്ലാം അദ്ദേഹം എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന് ഒരു രൂപം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ചുമ്മാ ശൂന്യമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ അപ്പൊ അതാണ് ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹം തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു അല്ലെ. പക്ഷേ മുഴുവൻ ഫാക്ടറിയും, അദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറികളുണ്ട്, മുഴുവൻ ബിസിനസ്സും എല്ലാം വളരെ കാര്യമായിട്ട് നടക്കുന്നു, സങ്കൂർം നടക്കുന്നത് അല്ലെ. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അതുപോലെയാണ് ഭഗവാൻ എന്തെങ്കിലും ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലാണെങ്കിലും ഭഗവാൻ ഒന്നും ചെയ്യാനില്ല. എന്തിനാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാനുള്ളത്? അപ്പോൾ അത് അല്ലെ, ഈ എങ്ങനെയുള്ള ദൈവമാണ്? ഇവിടെ നമ്മൾ പ്രായോഗികമായ ഒരു വലിയ മനുഷ്യനെയോ ഒരു വലിയ മന്ത്രിയെയോ ഒരു വലിയ പ്രധാനമന്ത്രിയെയോ രാഷ്ട്രപതിയെയോ കാണണം അല്ലെ. ആ അവര് വെറുതെ ഇരിക്കുകയാണ്. അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. മറ്റുള്ളവർ അവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവർക്ക് ഒരു ജോലിയും ചെയ്യാനില്ല. അതുപോലെയാണ് ഭഗവാൻ അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ഭഗവാനായ ഭഗവാന് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ചെയ്യാനുള്ള എന്താണ് ദൈവ ദൈവഗണങ്ങളുണ്ട് അല്ലെ. ഇംഗ്ലീഷിൽ അതിനെ എന്താണ് ഡെമിഗോഡ്സ് എന്ന് പറയും. കൃഷ്ണന് ഭഗവാൻ ഒന്നും ചെയ്യാനില്ല. കൃഷ്ണൻ ആസ്വദിക്കുന്നു. നാം കൃഷ്ണന്റെ രൂപം കാണുന്നത് പോലെ അല്ലെ. ഭഗവാൻ ശ്രീമതി രാധാറാണിയുമായി ആസ്വദിക്കുന്നു. ഭഗവാന് ഒന്നും ചെയ്യാനില്ല. അത് വേദസാഹിത്യത്തിൽ സ്വീകരിക്കപ്പെട്ടതാണ് അല്ലെ. എന്നാ തസ്യ കാര്യം കാരണം ച വിദ്യതേ. എന്തുകൊണ്ടാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്ന തിരക്കിൽ ഇരിക്കേണ്ടത് അല്ലെ. ഭഗവാന് പരംഭാവം അജാനന്തോ. ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ദൈവം എന്താണെന്ന് അവർക്കറിയില്ല. നമുക്ക് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ പ്രശസ്തി അല്ലെ, ദൈവത്തിന്റെ വിനോദങ്ങൾ, ഈശ്വരന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രകടനങ്ങൾ എന്നിവ ലഭിച്ചു. എല്ലാം അവിടെയുണ്ട്. എല്ലാം നമുക്കറിയാം അല്ലെ. നമ്മൾ ആ ലീലകളെല്ലാം കണ്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലെ. എല്ലാം നമ്മൾ ശ്രമിക്കാറുണ്ട്. എല്ലാം അവിടെയാണ്. എന്നിട്ടും നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മള് ഒരു മനുഷ്യ ദൈവത്തെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മൂഢന്മാരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ അവജാനന്യമാ മൂഢ എന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയിൽ ആചാര്യന്മാര് അല്ലെ ഉണ്ട്. നമ്മുടെ മുഴുവൻ നാഗരികതയും ആചാര്യന്മാരാൽ നയിക്കപ്പെടുന്നു. ആചാര്യന്മാർ എന്താണ് ആചാര്യവാൻ പുരുഷോ വേദം. നാം ആചാര്യനെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു ആത്മീയ ഗുരു ഉള്ളത്. ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരം, വൈദിക സംസ്കാരം ആചാര്യന്മാരെ ആശ്രയിച്ചിരിക്കുന്നു. വൈഷ്ണവ ആചാര്യന്മാരായും മായാവാദി ആചാര്യന്മാരും അവരുണ്ട്. ശങ്കരാചാര്യർ ആരാണ്? മായാവാദിയാണ് അല്ലെ. എന്നിട്ടും അദ്ദേഹം കൃഷ്ണനെ, പരമപുരുഷനെ, ഭഗവാനെ അംഗീകരിക്കുന്നു അല്ലെ. ഗോവിന്ദം ഭജ മൂഢമതി എന്നാണ് അവസാനം അദ്ദേഹം പറഞ്ഞത് അല്ലെ.
ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. അല്ലെ? അല്ലെ? ഗോവിന്ദം ഭജ മൂർമൻ. അല്ലെ? അപ്പോ ഭഗവാൻ സ്വയം കൃഷ്ണ ദേവകി നന്ദന. രാമാനുജാചാര്യരും മധ്വാചാര്യരും മറ്റു ആചാര്യന്മാരെയും പറ്റിയും എന്ത് പറയേണ്ടത്? അവരെല്ലാവരും എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലെ? ഭഗവാൻ സ്വയം കൃഷ്ണ ദേവകി നന്ദന. ദേവകി നന്ദനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭഗവാൻ ഈശ്വരൻ. അല്ലെ? അദ്ദേഹമാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അല്ലെ? ഈ ആചാര്യന്മാരെല്ലാം പറയുമ്പോൾ നമ്മൾ പിന്നെ വേറെ അന്വേഷിച്ചിറക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതുപോലെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, ഫോളോ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആചാര്യന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷപ്പെട്ടത്. പരമപുരുഷനായ കൃഷ്ണനെ അദ്ദേഹം സ്വീകരിച്ചു. അല്ലെ? നാം ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളാണ്, ഭടന്മാരാണ്. ആചാര്യവാൻ പുരുഷോ വേദം. ആചാര്യന്റെ, അല്ലെ, ആചാര്യനെ പിന്തുടരുക. അല്ലെ? പിന്തുടരുന്ന ഒരാൾ, അല്ലെ, എന്ത് സംഭവിക്കും? അവൻ കാര്യങ്ങൾ ഉള്ളതുപോലെ അറിയുന്നു. അതാണ് പ്രഭുപാദ് പറഞ്ഞ യഥാരൂപം. ഭഗവാൻ എന്താണ് പറഞ്ഞത്? അതുപോലെ, യഥാരൂപം, ആസ് ഇറ്റ് ഈസ്. അതിൽ വെള്ളം ചേർത്തിട്ടില്ല, അതിൽ ഉപ്പും മുളകൊന്നും ചേർത്തിട്ടില്ല. പിന്നെയോ അത് അതുപോലെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഈ ആചാര്യന്മാരെ എന്താ ചെയ്യുന്നത്? അതുപോലെയാണ്, നമുക്ക് ഉള്ളതുപോലെയാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ അങ്ങോട്ട് സ്വീകരിച്ചാൽ മാത്രമേ. അല്ലെ? അപ്പൊ ആചാര്യവാൻ പുരുഷോ വേദം. ആചാര്യനെ പിന്തുടരുന്ന ഒരാൾ, അവന് കാര്യങ്ങള് ഉള്ളതുപോലെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നാം എന്താണ് ആചാര്യവാനാകുന്നതിൽ അതാണ് വേദോപദേശം. ഇപ്പൊ വേദോപദേശം എന്താണ്? നമ്മള് ആചാര്യന്മാരെ എന്താണ് ഫോളോ ചെയ്യണം. അവരെന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കണമെന്നാണ്. അല്ലെ? തദ്വിജ്ഞാനാർത്ഥം സഗുരും ഏവ അഭിഗച്ഛതി. ഈശ്വരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രങ്ങളിൽ എല്ലാം വിവരിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയാത്തതിനാൽ നമുക്ക് ഗവേഷണം നടത്താൻ കഴിയില്ല. ഇവിടെയും ഭഗവത്ഗീതയിൽ സൂചനകളുണ്ട്. മത്ത പരതരം നാന്യ. അല്ലെ? എന്നേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരുമില്ല എന്ന് ഭഗവാൻ 17ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനാൽ ഇതാണ് ദൈവത്തിന്റെ കുറുക്കുവഴി, നിർവചനം. അല്ലെ? ദൈവവും ഒരു വ്യക്തിയാണ്, എന്നാൽ ഭഗവാൻ ഏറ്റവും ഉയർന്ന വ്യക്തിയാണ്. അതിന്റെ അപ്പുറത്ത് മറ്റൊരു വ്യക്തിയില്ല എന്നർത്ഥം. അല്ലെ? അദ്ദേഹത്തിന് സമമായിട്ടും മുകളിലോട്ടും ആരുമില്ല. ഭഗവാൻ ജീവജാലങ്ങളിൽ പ്രധാനിയാണ്. നിത്യോ നിത്യാനാം. ഭഗവാൻ എല്ലാ ജ്ഞാനികളിലും ഏറ്റവും ജ്ഞാനിയും. ചേതനാനാം. ഭഗവാൻ പരിപാലിക്കുന്നവനാണ്, നാം പരിപാലിക്കപ്പെടുന്നവരാണ്. ഏകോയോ ബഹുനാം വിദധാതി കാമാൻ. നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നൽകുന്നത് ആ ഏകനായ ഭഗവാനാണ്. അല്ലെ? കേട്ടില്ലേ? ജയ രാധ മാധവ കുഞ്ചബിഹാരി. അല്ലെ? എല്ലാ ക്ലാസ്സിലും നമ്മൾ പാടുന്ന ഒരു ശ്ലോകമാണ്, ഒരു കീർത്തനമാണ്. അതിൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അഹം സർവസ്യ പ്രഭവവും. അല്ലെ? എല്ലാം എന്നിൽ നിന്നാണ് വന്നത്. മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത. 10ാമത്തെ അധ്യായത്തിൽ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. അഹം സർവസ്യ പ്രഭവം. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. അല്ലെ? ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി ഭഗവാനാണ്, വേറെ ആരും നമുക്ക് രക്ഷിക്കാനില്ല എന്നുള്ള വിശ്വാസത്തില്, അല്ലെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതൊരൊറ്റ മന്ത്രം മാത്രം പറഞ്ഞാൽ വേറെ ഒന്നും പറയേണ്ട ആവശ്യം. അല്ലെ? ബുദ്ധിമാന്മാരാണ്, സോറി, അവർ കൃഷ്ണാബോധമുള്ളവരാണ്, അവർ കൃഷ്ണ ഭക്തരാണ്. കൃഷ്ണായെ ഭജേസൈ ബദ്ധ ചതുര. വളരെ വളരെ ബുദ്ധിമാന്മാരായിരിക്കാതെ ആർക്കും ആബോധം കൃഷ്ണഭക്തന്മാരും ആകാൻ കഴിയില്ല. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപത്യന്തെ. അല്ലെ? അപ്പൊ ഒരുപാട് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാവുന്നത്, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാവുന്നത്. അല്ലെ? ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഇത്രയും താമസിച്ചില്ലേ? അതെന്തുകൊണ്ട്? അതാണ് ഇപ്പൊ ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപത്യന്തി. അല്ലെ? വാസുദേവ സർവമിതി സമാഹാത്മ ദുർലഭം. അങ്ങനെയുള്ള മഹാത്മാക്കളെല്ലാം വളരെ ദുർലഭമാണ്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആസു വൈരാഗ്യം ജ്ഞാനം ചായ അഹൈതുക്കം. ശ്രീമദ് ഭാഗവതം അങ്ങനെയാണ് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഉം. അപ്പോ നമ്മൾ വാസുദേവന്റെ ഭക്തന്മാരാകുന്നു. ഭജ വാസുദേവം. വളരെ വേഗം നമ്മൾ ജ്ഞാനവാനാകും. ഒന്നാമനായി ജ്ഞാനവാനായി മാറുന്നു. പിന്നെ അവൻ വാസുദേവന് കീഴടങ്ങുന്നു. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഇല്ല, ഇതൊരു പ്രക്രിയയാണ്. മറ്റൊരു പ്രക്രിയ, നമ്മൾ വാസുദേവന്റെ ഭക്തനാകും. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും സ്വയമേവ വരും. മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത ജ്ഞാനവും വൈരാഗ്യവും സ്വീകരിക്കുക എന്നതാണ്, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, ബാക്കി എല്ലാ ധർമ്മവും മാറ്റിവെച്ചിട്ട്, ബാക്കി എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട്, ബാക്കി എല്ലാ പൂജാവിധികളും മാറ്റിവെച്ചിട്ട്, അല്ലെ, മറ്റുള്ളവരെയൊക്കെ ഫോളോ ചെയ്യുന്നത് മാറ്റിവെച്ചിട്ട് മാമേകം ശരണം വിളിച്ച്, അല്ലെ, ഭഗവാൻ കൃഷ്ണനെ മാത്രം ശരണം പ്രാപിച്ച് നമുക്ക് തിരിച്ചെത്രയും പെട്ടെന്ന് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള വഴി വേണം. അടുത്ത ഫ്ലൈറ്റ് കയറി പോകാനുള്ള വഴി നോക്കണം. ഇവിടെ കിടന്ന് ഇങ്ങനെ, അല്ലെ, വിഷമിക്കാനുള്ള സാഹചര്യം നമ്മൾ ഇനി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ.